ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മാർക്കറ്റ് അപ്ഡേറ്റ്സ്. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ അനാലിസിസ് ആണ്, ഗോൾഡിൻ്റെ അനാലിസിസ് ആണ്. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ അനാലിസിസ് ചെയ്തതിൽ എന്താണ് ചെറിയ വ്യത്യാസം വന്നേക്കുന്നതെന്ന് കൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡേ ഗോൾഡ് ചെറിയൊരു ഗ്യാപ്പ് അപ്പാണ് തന്നിട്ടാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് സ്ലോലി ആ ഒരു റേഞ്ചിൻ്റെ അകത്ത് തന്നെ, ഇന്നലെ US മാർക്കറ്റ് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഒരു നമുക്ക് 6 o'clock അതിന് ശേഷം പിന്നെ ഒരു മൂവ്മെൻറ്റ് പ്രോപ്പറായിട്ട് തന്നിട്ടില്ല. ഒരേ റേഞ്ചിൻ്റെ അകത്ത് തന്നെയായിരുന്നു ഫുൾ ഡേ മൂവ്മെൻറ്റ് തന്നുകൊണ്ടിരുന്നത്. ഇന്നലത്തെ ഒരു മൂവ്മെൻറ്റ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 30 പോയിൻറ്റ്സിൻ്റെ മൂവേ തന്നിട്ടുള്ളൂ. ഫ്രം 4550 to 4580 ഈ റേഞ്ചിൻ്റെ അകത്താണ് രാവിലെ മുതൽ മാർക്കറ്റ് തീരുന്നവരെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഇനീഷ്യലി പ്ലാൻ ചെയ്തൊരു 67 to 65 റേഞ്ചിൽ നിന്ന് സെല്ലാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷമാണ് താഴേക്ക് വന്നത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശങ്ങളും അറിയാം നിങ്ങൾക്ക്. പക്ഷേ സംടൈംസ് സ്റ്റോപ്പ് ലോസ് ടേക്ക് ഔട്ട് ചെയ്തിട്ട് തിരിച്ച് താഴേക്ക് വരും. അത് ബേസിക്കലി നമ്മൾ സൈഡ് വൈസ് മാർക്കറ്റ് ആകുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. രണ്ട് സൈഡിലേക്ക് മാർക്കറ്റ് ഒരേപോലെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇന്നലത്തെ മാർക്കറ്റിൽ കണ്ടത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ അപ്ഡേറ്റ് പറയുന്നതിന് മുമ്പേ ജസ്റ്റ് വരാനിരിക്കുന്ന വീക്കിൽ എന്തെങ്കിലും മാർക്കറ്റ് ഡേറ്റാസ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ FX സ്ട്രീറ്റാണ്. FX സ്ട്രീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, തേഴ്സ്ഡേ ആണ് ഏറ്റവും കൂടുതൽ ഡേറ്റാസ് വരാനുള്ള ദിവസം. ഇന്നാണെങ്കിലും നാളെ ആണെങ്കിലും കൂടുതലായിട്ടുള്ള ഡേറ്റാസ് വരാനില്ല. നാളെ ADP ഉണ്ട്, അതല്ലാതെ വേറെ കാര്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇല്ല. പിന്നെ തേഴ്സ്ഡേ ആകുമ്പോഴാണ് നമുക്ക് മെയിനായിട്ടുള്ള ഡേറ്റാസ് വരുന്നത്. നമുക്കന്ന് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഉണ്ട്, അതുപോലെ തന്നെ കോർ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, അതായത് ബേസിക്കലി ആളുകളുടെ കൺസംഷൻ എങ്ങനെയുണ്ട് എന്നുള്ള ഒരു ഇൻഡെക്സ് ആണത്. അത് GDP കഴിഞ്ഞിട്ട് വരുന്ന ഒരു PPI ഡേറ്റയാണ്. അപ്പോൾ അതിന് ശേഷം GDPൻ്റെ ആനുവലൈസ്ഡ് ഇത് വരുന്നുണ്ട്. പിന്നെ ആ ഒരു വീക്കിൽ അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ദിവസം. ആ വീക്കിൽ തേഴ്സ്ഡേ, ഈ വീക്കിൽ വരുന്ന വീക്കിൽ തേഴ്സ്ഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മളുടെ അനാലിസിസിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഗ്യാപ്പ് ഫില്ലാവാറായിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് 27ലാണ്, 25-30 വരെയാണ് ഇന്ന് ലോ പോയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ അനാലിസിസിൽ നോക്കിയപ്പോൾ 36 to 38 റേഞ്ചിൽ നിന്നാണ് നമ്മൾ ഇനീഷ്യലി ബൈ നോക്കിയത് അല്ലേ. പക്ഷേ ഇന്ന് അതേ റേഞ്ച് തന്നെ ബൈയിന് ഉപയോഗിച്ചാലുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ മാർക്കറ്റ് കുറച്ചും കൂടി വീക്കായൊരു ട്രെൻഡിലാണ് ഇന്നലെയും അതുപോലെ തന്നെ ഇന്നും നിൽക്കുന്നത്. നമുക്ക് ഇനീഷ്യലി ബൈയിങ് കിട്ടാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ എവിടെ നിന്ന് പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്യണമെന്ന് ഒന്ന് നോക്കി നോക്കാം. ഇപ്പോൾ 4 hours പോയി കഴിഞ്ഞാൽ ട്രെൻഡ് താഴേക്കാണ്. ഈ ഗ്യാപ്പാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട്. ഗ്യാപ്പ് ഫില്ലായതിനു ശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്താൽ സ്ലോലി തിരിച്ച് ആ ഒരു 46 to 49 റേഞ്ചിലേക്ക് തിരിച്ച് കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനീഷ്യലി നമ്മളിപ്പോൾ നോക്കുന്നത് ബൈയിങ് എൻട്രീസ് ആയിരിക്കും. കാരണം താഴേക്കുള്ള ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഇന്നിപ്പോൾ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പോവുകയാണെങ്കിലും മാർക്കറ്റിന് എഗെയിൻസ്റ്റാണ് ഇനീഷ്യലി ട്രേഡ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. ബട്ട് സെക്കൻഡ് പ്ലാൻ എന്ന് പറയുമ്പോൾ അതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള പ്ലാൻ. നമ്മൾ ഇവിടെ ഈ ഒരു റേഞ്ച്, അതായത് 56 to 66 റേഞ്ചിലേക്ക് തിരിച്ച് കയറി വരുമ്പോൾ സെല്ല് ചെയ്യാനുള്ളൊരു പ്ലാനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 30 മിനിറ്റ്സിലേക്ക് ഒന്ന് നോക്കാം എങ്ങനെയാണ് നിൽക്കുന്നതെന്ന്. ഓക്കെ, 30 മിനിറ്റ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റേഞ്ചിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അല്ലേ. ഈ ഒരു റേഞ്ചിലാണ് വന്ന് നിൽക്കുന്നത്. നമുക്ക് ഈ ഒരു റേഞ്ച് പോസിബിളി ബൈ എടുക്കാൻ കിട്ടാൻ ചാൻസ് ഉള്ളൊരു റീജിയനാണ്. ബൈയിങ് നമ്മൾ ഇന്ന് എടുക്കാൻ നേരത്ത് ടാപ്പ് ആൻഡ് ബൗൺസ് എന്നുള്ളൊരു ചിന്ത വേണ്ട. നമുക്ക് ഈ ക്ലോസിങ് ഇതിൻ്റെ മുകളിൽ കിട്ടട്ടെ. ഓക്കെ, 33-34ൻ്റെ മുകളിൽ ഒരു ക്ലോസിങ് കിട്ടിയതിന് ശേഷം നമുക്ക് ബൈ എടുക്കാം.
ഈ ക്യാൻഡിലിൻ്റെ അല്ലെങ്കിൽ ഇതിലും താഴെ വരുന്നേക്കുന്ന ക്യാൻഡിലിൻ്റെ താഴെയായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാവും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം, ഇനി ഇത് ഇവിടുന്ന് താഴേക്ക് വന്നു എന്ന് തന്നെ വിചാരിക്കുക. നമുക്ക് 500ൻ്റെ സപ്പോർട്ട് അവിടെ തന്നെയുണ്ട്. അവിടെ നിന്ന് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് നമ്മൾ ഓപ്പോസിറ്റ് പോകാൻ നേരത്തെ റിയാക്ഷൻ നോക്കുക. മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം മാർക്കറ്റിൽ എൻ്റർ ചെയ്താൽ മതി. വേറെ നമ്മൾ മുകളിലേക്ക് പോകാൻ നേരത്ത് മാക്സിമം പോയിന്റിൽ തന്നെ എൻട്രി എടുത്ത് എക്സിറ്റ് എടുക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇനീഷ്യലി നമുക്ക് ബൈ പ്ലാൻ ചെയ്യാവുന്നൊരു സ്പേസ് തന്നെയാണിത്. ബട്ട് കെയർഫുള്ളി മനസ്സിലാക്കിയതിന് ശേഷം, മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യുക. ഈ ഒരു റേഞ്ച് സപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ബൈ പ്ലാൻ ചെയ്യുന്നുള്ളൂ. നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അപ്സൈഡും അതുപോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസും വരത്തുള്ളൂ. അപ്പോൾ ക്വാണ്ടിറ്റി നമ്മൾ ഇൻട്രാഡേയിൽ പോകുന്നതിനെക്കാട്ടി കുറച്ചും കൂടി കുറവായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി പ്ലാൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ 2 പ്ലാൻ ഉള്ളത്. ബൈ ആണെങ്കിലും ശരി, സെല്ലാണെങ്കിലും ശരി. സെല്ല് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66 മുതൽ 68 വരെയുള്ള റേഞ്ചിൽ നിന്നാണ് നമ്മൾ ഇന്നും സെല്ല് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് സോളിഡായിട്ട് 80ൻ്റെ മേളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാനുള്ള പ്ലാനാണ്. ഓക്കെ, TP ആണെങ്കിലും ഈ ഒരു റേഞ്ച് വരെ നമുക്ക് കൊണ്ടുപോകാം. നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ തന്നെ 40-44 റേഞ്ചല്ല, കുറച്ചും കൂടി ഡീപ്പറായിട്ടുള്ള കറക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് മുകളിലേക്ക് പോയാലും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ അനാലിസിസ്. ഇന്നത്തെ അനാലിസിസ് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾ ഇന്നത്തെ പ്ലാൻ ചെയ്യാൻ പോകുന്നതെന്ന്. ഡു നോട്ട് forget to like the video. Okay, bye bye.